വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ ജൂലൈ മാസം 25-നാണ് +2 സേ പരീക്ഷ, സേ ഓർ ഇംപ്രൂവ്മെന്റ് പരീക്ഷാഫലം വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നാളെ എത്ര മണിയോടൊക്കെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യും. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വളരെ പ്രധാനമായി വാർത്തകളെടുക്കാം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ ജൂലൈ മാസം 25-ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലി അറിയിച്ചത്. ഇനി മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണില്ല. കാരണം വെച്ചാൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പ്രവേശനം മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതായത് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സമാനമായ രീതിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരുമ്പോൾ ഇനിയും ഈ റിസൾട്ട് വൈകിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രതിസന്ധിയിലാകും. അവർ പെട്ടുപോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നുള്ളത് കൊണ്ട് തന്നെ നാളെയോടെ തന്നെ എന്തായാലും വരും എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തന്നെ അതിൽ പെടും. അതുകൊണ്ട് തന്നെ ഇനിയും വൈകരുതെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. എത്ര മണിയോടെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക? ഒരു 3 മണി 4 മണി ഏതാണ്ട് ആ സമയത്തോടു കൂടിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ എപ്പോൾ പബ്ലിഷ് ചെയ്താലും ആ വിവരം നിങ്ങളിലേക്ക് ഉടനെ അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നതിന്